തമിഴ്നാട്ടിൽ പ്രകടന പത്രിക പുറത്തിറക്കി ബി.ജെ.പി. താമരൈ വാക്കുരുതി എന്ന പേരിലാണ് സങ്കല്പ പത്ര പുറത്തിറക്കിയത്. പ്രതിമാസം സ്ത്രീകൾക്ക് 2000 രൂപയാണ് പ്രധാന വാഗ്ദാനം. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയാണ് പത്രിക പുറത്തിറക്കിയത്. പ്രതിവർഷം 3 പാചകവാതക സിലിണ്ടറുകൾ, കുറ്റകൃത്യങ്ങളില്ലാത്ത തമിഴ്നാട്, വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ എന്നിവ അടങ്ങുന്നതാണ് മറ്റു വാഗ്ദാനങ്ങൾ. കൂടാതെ തൈപ്പൂയം സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, എന്തെല്ലാം കാര്യങ്ങളാണ് തമിഴ്നാട്ടിലെ പ്രകടന പത്രികയിലൂടെ ബി.ജെ.പി. വിഭാവനം ചെയ്യുന്നത്? എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ബി.ജെ.പി. നൽകിയിരിക്കുന്നത് പ്രകടന പത്രികയിലൂടെ? രോഹിണി, ബി.ജെ.പി. പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നിരവധിയായ സൂചനകളാണ്. അതിലേറ്റവും പ്രധാനമായത് ഈ സ്കൂട്ടറുകൾ വാങ്ങാൻ 25,000 രൂപ ധനസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ജോലി ചെയ്യാനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നതിന്, കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ സഹായ സംഘങ്ങൾക്കും വനിതകൾ നടത്തുന്ന MSME-കൾക്കുമെല്ലാം തന്നെ 50 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും, അതായത് വീണ്ടും നമുക്കറിയാവുന്നതാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഘടകങ്ങൾ തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഈ കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെടുത്തി 6000 രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട്. ആ നൽകുന്നതിനോടൊപ്പം 3000 രൂപ കൂടി ചേർത്ത് 9000 രൂപ കർഷകർക്ക് വർഷം തോറും ലഭ്യമാക്കുന്ന ഒരു നീക്കം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി കൂടി വിഭാവനം ചെയ്യുന്നു എന്നതാണ് മറ്റൊരു നിർണായകമായ നേട്ടം. മറ്റൊരു പ്രധാന വിഷയം സുപ്രീം കോടതി വരെ എത്തുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്ത ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടാണ്. ജല്ലിക്കെട്ട് തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തമിഴ് ജനതയുടെ ഒരു വികാരം തന്നെയാണ് ജല്ലിക്കെട്ട് കാളയെ വളർത്തുന്നവർക്ക് 2000 രൂപ സാമ്പത്തിക സഹായം നൽകുകയും ജല്ലിക്കെട്ടിൽ ഏതെങ്കിലും അപകടം മരണം സംഭവിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുമെന്നും കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം 3% സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ്. അതും ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഭൂമിയും വീടുമൊക്കെ വാങ്ങുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി 3% സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ പ്രത്യേക ഇളവ് അനുവദിക്കുമെന്നും കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമായും എടുത്തു പറയുന്നത് നേരത്തെ പല രീതിയിലുള്ള സംവിധാനങ്ങളാണ്. വിശാലമായ കാഴ്ചപ്പാടോടുകൂടി സ്ത്രീ ശാക്തീകരണവും അതുപോലെ തന്നെ കർഷകരുടെ പുരോഗതിയും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ രക്ഷാരംഗത്ത് കാര്യമായ ഇടപെടൽ നടത്തുന്നതിനുള്ള കൃത്യമായ പദ്ധതികളും ബി.ജെ.പി. ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഭാവനാസമ്പന്നമായി പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.